നിൽക്കുന്നത് ന്യൂ വില്ലേജിലാണ്. അതെ, ന്യൂ വില്ലേജ് അല്ലേ? അത് തന്നെ. അപ്പോൾ അവിടെ എന്തോ ഒരു ഷോ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോ കണ്ടാലോ? വാ. കുറച്ച് ടൈം ലേറ്റായി പോയി, അതുകൊണ്ട് എല്ലാവരും ഓടുകയാണേ. ഞങ്ങൾ ചെന്ന് കയറിയപ്പോഴേക്കും ഷോ ഇത്തിരി തുടങ്ങിയിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഇവരുടെ ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ഉറക്കം വന്നിട്ട് കണ്ണടഞ്ഞോണ്. പകുതി ഷോയും ഞാൻ അതിനകത്ത് കണ്ടില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി പോയിട്ടോളം കാണാനായിട്ട്. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. ഈ ചിരിച്ചിരിക്കണ ഞാനല്ല, ഉറക്കം തൂങ്ങി ചത്ത്. അതിനുശേഷം ഞാൻ ദേ പോയത് എലിഫന്റ് ഷോയ്ക്കാണ്. ഇതിലാണെങ്കിൽ ആനകളുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ ചെറിയ പൈസ കൊടുത്താൽ മതിട്ടാ, ഒരു വെറും 300 രൂപ. പിന്നെ ആനകൾ ഇരിപ്പായി, കിടപ്പായി, ഓട്ടായി, ഫുട്ബോൾ കളിയായി. അയ്യോ, പടം വരെയും വരച്ച് അവസാനം ഒരു പെണ്ണിന് മസാജും ചെയ്ത് കൊടുത്ത്. അവസാനം എല്ലാം കഴിഞ്ഞപ്പോഴേ ആനതാ ചിഹ്നം വിളിക്കുന്നുണ്ട്. ആരെ നോക്കിയിട്ടാണ് നോക്കിയേ? ദേ ഞങ്ങളുടെ ഒപ്പം വന്ന ആതിരനെ നോക്കിയിട്ടായിരുന്നു ചിഹ്നം വിളിച്ചിരുന്നത്. അപ്പം ആതിരയും കുഞ്ഞും കൂടി ആ ആനൻ്റെ ഒപ്പം കളിക്കുകയായിരുന്നു. അപ്പം എനിക്കൊരു അവസരം കിട്ടി ആനനെ തൊടാനായിട്ട്. ഞാൻ വേഗം ചെന്ന് തൊട്ട്. ആനക്കത് ഇഷ്ടപ്പെട്ടില്ല, ഒറ്റ അടി. പിന്നെ ഞങ്ങളെല്ലാരും കൂടി ഒരു വണ്ടി കയറി അങ്ങനെ പോയി. അങ്ങനെ പോയി ഞങ്ങൾ ഇറക്കി വിട്ടത് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് അറഞ്ചം പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോസ് എടുത്ത്. ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ, ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. ദശരഥന് ഞാൻ അറിയാത്ത ഒരു ജാരസന്തതി. ഒരു സൂത്രം കാണിച്ചേ, നല്ല രസൂലേ? പക്ഷെ എന്തോ കെമിക്കൽ വെള്ളത്തിലിട്ട് ഇങ്ങനെ പുക വരുത്തണം കേട്ടോ. ഇതൊരു സംഭവം നോക്കിയേ. അപ്പൊ നിങ്ങൾ വിചാരിച്ചത് ഭയങ്കര അടിപൊളി സ്ഥലമാണ്. അതെ, അടിപൊളി സ്ഥലമാണ്. ബാത്റൂമിന്റെ ഫ്രണ്ടിലാണ് എല്ലാരും കേറിക്കൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ പോയി അവിടുത്തെ ഒരു ദേവതനെ കണ്ടു. അവസാനം കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലെത്തി. വല്ലാത്തൊരു യോഗം തന്നെ. സ്പീഡ് കൂട്ട്. ഇടത്തോട്ട് തിരിക്കേ, എവിടേക്ക് അങ്ങോട്ട് തിരിക്കണേ. സ്പീഡ് കൂട്ടാൻ. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ